നാടൻ വാഴച്ചുണ്ട് കൊണ്ട് രുചിയൂറും ഒരു കട്ട്ലറ്റ് നമുക്ക് തയ്യാറാക്കി നോക്കിയാലോ. വെജിറ്റേറിയൻസിന് ഇതൊരു നല്ല കട്ട്ലറ്റ് കൂടിയാണ്. അപ്പോൾ വാഴക്കൂമ്പിൻ്റെ ആദ്യത്തെ പോളയെല്ലാം കളഞ്ഞ ശേഷം ഇത് ചെറുതായി അരിഞ്ഞ് വെള്ളത്തിലേക്ക് അരിഞ്ഞിടണം. ഇതൊന്ന് കഴുകി വാരി ഒന്ന് നമുക്ക് വാരാൻ വെക്കാം. ഒരു വാഴക്കൂമ്പിന് വേണ്ടി 4 ചെറിയ പൊട്ടറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന് വേണ്ടി സവോള, ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഒരു കടായിൽ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇത് നന്നായി വെന്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ അല്പം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഓപ്ഷണലായിട്ട് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മാറ്റി വെക്കുക. ഇത് ചെറിയ ഉരുളകളാക്കി പരത്തിയിട്ട് മുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കിയിട്ട് നമുക്ക് എണ്ണയിൽ പൊരിച്ചെടുക്കാം. പ്യുവർ വെജിറ്റേറിയൻസിനാണെങ്കിൽ മുട്ടയ്ക്ക് പകരം കോൺഫ്ലോറോ മൈദയോ മുക്കിയിട്ട് വേണം നമുക്ക് പൊരിക്കാം. അപ്പോൾ ആരോഗ്യകരവും രുചികരവുമായൊരു വെജിറ്റബിൾ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവർക്കും ബൈ, താങ്ക് യു.